ഞാൻ വന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഷായിട്ടാണ്, അതായത് സ്നോ ഫംഗസ് വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ട് സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്നോ ഫംഗസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സ്നോ ഫംഗസ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ വീഡിയോ കണ്ടപ്പോൾ മോള് പറഞ്ഞു ഇത് സ്നോ ഫംഗസ് ആണ്, ഇത് ഭക്ഷ്യയോഗ്യമാണ്, ഒരുപാട് ഗുണങ്ങളുണ്ട്, പ്രതിരോധ ശേഷിക്കൊക്കെ നല്ലതാണ്, അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്, വരണ്ട ചുമയ്ക്കും ഒക്കെ നല്ലതാണ്. അമ്മ അത് വെച്ച് എന്തെങ്കിലും ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇക്ക പറഞ്ഞെന്നാൽ നമുക്കത് വെച്ച് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ, വെറുതെ കളയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഇക്ക പറിച്ചെടുത്ത് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ച് 2-3 പ്രാവശ്യം കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് വെള്ളം വരാൻ വേണ്ടി വയ്ക്കാം. ചില ഫേസ് ക്രീമിലൊക്കെ ഇത് ചേർക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇത് ചില്ലറക്കാരനല്ല. അപ്പോൾ നമുക്കത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് കരുതി. ഇനി ഞാനിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് വെച്ച് എന്തെങ്കിലും ഒരു സ്വീറ്റ് ഉണ്ടാക്കിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ 2-3 വീഡിയോ കണ്ടിട്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡെസേർട്ട് സൂപ്പാണിത്. നിങ്ങളിത് എവിടെയെങ്കിലും കണ്ടിട്ട് നിങ്ങളത് പറിച്ച് ഉപയോഗിക്കുന്നതിൻ്റെ മുന്നായിട്ട് അതിനെപ്പറ്റി അറിയുന്നവരോട് ചോദിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ നീ ഉണ്ടാക്കിക്കോ, ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞ ഉറപ്പിലാണ് ഞാനത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് സൂപ്പിലേക്ക് ആവശ്യമുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഒരു ഡ്രൈ ആപ്രിക്കോട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രഷ് ഈത്തപ്പഴം 2 കളറിൽ 2 വീതം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും. പിന്നെ ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കൽക്കണ്ടാണ്. അത് പനം കൽക്കണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഈ കൽക്കണ്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ആപ്രിക്കോട്ടും ഈത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്താൽ മതി. ഇത് നമുക്കിനി വേവിച്ചെടുക്കാനുള്ളതാണ്. തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ കുറച്ച് അധികം എടുത്തിട്ടുള്ളതാണ്. ഈ സ്നോ ഫംഗസ് ഇനി വെന്ത് വരുമ്പോൾ കുറച്ചിങ്ങനെ കൊഴുപ്പ് പോലെ ഉണ്ടെങ്കിൽ അധികം ഒഴിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കത് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാകത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈത്തപ്പഴം ആപ്രിക്കോട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഈ സ്നോ ഫംഗസും ആപ്രിക്കോട്ടും ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്നോ ഫംഗസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും ആപ്രിക്കോട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സ്നോ ഫംഗസ് വെച്ചിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഡിഷ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് തിളച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം എല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുന്തിരിയും ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഈത്തപ്പഴം ഞാൻ മഞ്ഞ ഇപ്പോൾ ചേർക്കുന്നില്ല, അത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്നോ ഫംഗസിൻ്റെ ഡ്രൈ ആയിട്ടുള്ളതൊക്കെ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഒരു 45 മിനിറ്റൊക്കെയാണ് വേവിക്കുന്നത്. ഇത് നമുക്ക് നോക്കി നോക്കാം എത്ര സമയം കൊണ്ടാണ് വെന്ത് കിട്ടുക എന്നുള്ളത്. നമുക്കതിലേക്ക് മധുരത്തിനായിട്ട് 1 പീസ് കൽക്കണ്ടം ചേർത്ത് കൊടുക്കാം. ഞാൻ 1 പീസ് ചേർക്കുന്നുള്ളൂ, കാരണം നമ്മൾ ഉണക്കമുന്തിരിയും അതുപോലെ ഈത്തപ്പഴമൊക്കെ ചേർക്കുന്നതല്ലേ. അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. സ്നോ ഫംഗസിന് വേറെയും ഗുണങ്ങളുണ്ട് കേട്ടോ. ഇത് സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ മുഖത്ത് വരുന്ന പ്രായത്തിൻ്റെതായ ചുളിവുകൾ ഇല്ലാതാക്കാനും അതുപോലെ ചില നിറവ്യത്യാസങ്ങളൊക്കെ വരില്ലേ, അതൊക്കെ ഇല്ലാതാക്കാനും നല്ലതാണ്.
ഇനി നമുക്ക് സ്നോ ഫംഗസ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ മഞ്ഞ ഈത്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്നോ ഫംഗസ് വെന്തിട്ട് അങ്ങനെ ഭയങ്കര ഒരു കൊഴുപ്പ് പോലെയൊന്നുമില്ല. ശരിക്കും കാണുമ്പോൾ നമ്മളുടെ അടയൊക്കെ കിടക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ 1 കപ്പ് ഒഴിച്ചപ്പോൾ തന്നെ പാകമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്നോ ഫംഗസ് ഡെസേർട്ട് സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്നോ ഫംഗസ് വേവാൻ 15 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്നോ ഫംഗസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും സൂപ്പ് ഇക്കാക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. അടയൊക്കെ കടിക്കുന്ന പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് സ്നോ ഫംഗസ് കടിക്കുമ്പോൾ. അപ്പം ഇനി എവിടെ കണ്ടാലും ഇക്ക പറിച്ചിട്ട് വരുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്നോ ഫംഗസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.